ഇപ്പോൾ ചില സ്റ്റുഡൻസ് ഉണ്ട്, ഇവരുടെ മെയിൻ പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പറ്റണമെന്നില്ല അവർ പറയുന്നുണ്ട്. അപ്പം അങ്ങനത്തെ സ്റ്റുഡൻസിനായിട്ട് ഹെൽപ്ഫുൾ ആവും തോന്നുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, ഒന്ന് കേട്ടു പോകും. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഒരിക്കലും ടൈം മാനേജ്മെന്റ് അല്ല, ഒരു ക്ലാരിറ്റി ഇല്ലാത്തതാണ്. അതായത് ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ എലോൺ മസ്ക് ആയാലും ബരാക് ഒബാമ ആയാലും ഇവർക്ക് എല്ലാവർക്കും ഉള്ള ടൈം തന്നെയാണ് നമുക്കുള്ളത്, 24 മണിക്കൂർ. ഇത് നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ് കാര്യം. നമുക്കൊരു ഡയറക്ഷൻ വേണം, ഒരു പ്ലാൻ വേണം. ഓക്കെ, ഈ ഡയറക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് എത്ര ടൈം കിട്ടിയിട്ട് ഒരു കാര്യമില്ല. രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് എങ്ങനെ പ്ലാൻ ചെയ്യും, എപ്പോൾ പ്ലാൻ ചെയ്യും എന്നുള്ളതാണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളിത് നാളത്തെ ദിവസമാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അത് ഇന്ന് രാത്രി കിടക്കണേക്കാട്ടും പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അധിക കാര്യങ്ങളൊന്നും നമ്മൾ ഫസ്റ്റ് തന്നെ ടാസ്കിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ഗോൾ ഉണ്ട് വെച്ചാൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം നമ്മളൊന്ന് പ്ലാൻ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് നോക്കുക. മൂന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ടൈം ഒന്നും നോക്കിയിട്ട് തന്നെ പ്ലാൻ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മുടെ എനർജി നോക്കിയിട്ട് പ്ലാൻ ചെയ്ത് നോക്കും. അതായത് ചിലവർക്ക് ഇപ്പോൾ രാവിലെ ആയിരിക്കും ഭയങ്കര എനർജി ഉണ്ടാകും. അപ്പോൾ രാവിലത്തേക്ക് നമ്മൾ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ രാവിലത്തേക്ക് വയ്ക്കും. അതല്ല ഇപ്പോൾ നൈറ്റ് ആവുന്ന ടൈമിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി ഉള്ളതെങ്കിൽ ഹാർഡസ്റ്റ് ആയിട്ടുള്ള ടാസ്കൊക്കെ നമ്മൾ രാത്രി ചെയ്യാന്നുള്ള ലെവലിൽ മാറ്റി വയ്ക്കും. അതിൻ്റെ ബേസിൽ നമ്മൾ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, നാലാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ടൈമിൽ ഫുൾ ടൈം ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊരു 90-20 റൂൾ ഫോളോ ചെയ്താൽ മതി. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ, ഒരു 90 മിനിറ്റ് ഇരുന്ന് പഠിക്കുക ഫോക്കസ് ചെയ്തിട്ട്, എന്നിട്ടൊരു 20 മിനിറ്റ് നമ്മൾ റെസ്റ്റ് എടുക്കുക. ഇങ്ങനെ നമ്മൾ 2 വട്ടം ചെയ്യുന്ന ടൈമിൽ തന്നെ 8 മണിക്കൂർ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ ബലം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. ഓക്കെ, പിന്നെയും കുറച്ചും കൂടി ഇതുപോലത്തെ യൂസ്ഫുൾ ആവുന്ന കണ്ടന്റുകൾ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യുകയും ചെയ്യാം.